ഓക്കെ. അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചത് ഫസ്റ്റ് പാഠമായിരുന്നു. ഏത്? ഇടവപ്പാതി എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉള്ളവർക്ക് വേഗം മനസ്സിലാവും കാര്യങ്ങൾ അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ. ഇന്ന് നമുക്ക് പറയാനുള്ള പേജ് നമ്പർ 5 പദം പരിചയപ്പെടാം എന്നുള്ളൊരു വാക്കുണ്ട്. അത് മിസ് പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ പുറകില് PDF ആയതുകൊണ്ട് നിങ്ങൾക്ക് അന്നത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. 77 പേജ് നമ്പർ നിഘണ്ടു എന്നൊരു ഭാഗമുണ്ട്. പേജ് നമ്പർ 77 അല്ലെ? അവിടെയുണ്ട് ഇടവപ്പാതി എന്ന ആ ഫസ്റ്റ് പാഠത്തിന്റെ അർത്ഥം, മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക നിങ്ങള്? നോട്ട്ബുക്കിലേക്ക് അത് നോക്കി എഴുതി വെക്കുക. ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളവര് ഓക്കെ, ഗുഡ് കേട്ടോ. അപ്പോ അതാണ്. അപ്പൊ ഒന്നാമത് ഏതാണ് അതിലുള്ളത്? മാരിവില്ല്. അതിൽ ഓർഡറിലല്ല ഉള്ളത്. മാരിവില്ല്, മഴവില്ല്. നെക്സ്റ്റ് വൺ നീര്, ഗന്ധം, അല്ല നീര്, ജലം. നെക്സ്റ്റ് കണം. കണം എന്താണ് അർത്ഥം? തുള്ളി. അത് കഴിഞ്ഞ് അന്തി. അന്തി രാത്രി. മങ്ങി. മങ്ങുക പറഞ്ഞ എന്താർത്ഥം? തെളിച്ചം കുറയുക. ഗന്ധം. ഗന്ധം മണം. നെക്സ്റ്റ് മാരി. വേണം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ മിസ് വായിക്കുന്ന ഇവിടെ തന്നെ വേണം അതൊന്ന് എഴുതി വെക്കാം. ഇതിന്റെ അർത്ഥം ഇതുണ്ടോ ഇവിടെ തന്നെ, അതായത് പേജ് നമ്പർ 5. പേജ് നമ്പർ 5 ഇപ്പൊ ഞാൻ വായിച്ചത്. അത് ബാക്കിലത്തെ നിഘണ്ടു എന്ന അതിൽ നോക്കി അതിന്റെ മീനിങ് ഇവിടെ എഴുതി വെക്കുക. അതോടൊപ്പം നിങ്ങൾ നോട്ടിലും എഴുതുക. ഓക്കെ, നിങ്ങൾ 2 ടൈമിൽ അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം കംപ്ലീറ്റ് കാണാതെ അറിയാൻ പറ്റും. ഷമുവേലിന് ടെക്സ്റ്റ് ഉണ്ടല്ലോ. ടെക്സ്റ്റ് കിട്ടിയില്ല അല്ലെ അന്ന്? ഓക്കെ, അപ്പൊ രണ്ടാമത്തേതാണ് എന്ത്? ഉത്തരം എഴുതുക അല്ലെ? രണ്ടാമത്തെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. ഉത്തരം എഴുതുക. നമ്മൾ പറഞ്ഞാണ് മഴ വന്നപ്പോൾ മാനത്തുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു അല്ലെ? എന്തെല്ലായിരുന്നു മാറ്റങ്ങള്? മാനത്ത് എന്താ ഉണ്ടായത്? കേൾക്കുന്നില്ലേ സന? മഴ വന്നപ്പോൾ മാനത്തുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മഴ വന്നപ്പോൾ മാനത്ത് മഴവില്ല് മിന്നിമായുകയും മേഘപാളികൾ നിറയുകയും ചെയ്തു അല്ലെ? ഇതാണ് മഴ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ. രണ്ടാമത്തെ ചോദ്യം എന്താ? കാണാ ചിറകടിച്ചെത്തിയ കാറ്റ് ചെയ്തത് എന്താണ്? എന്താണ് കാറ്റ് ചെയ്തത്? മാമരങ്ങൾ ഉലച്ചിടുകയാണ്. അതായത് മഹാമരങ്ങൾ ഉലച്ചിടുകയാണ് ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാനിലെ തൂവെള്ള മുത്തുപോലെ പൊഴിഞ്ഞത് എന്ത്? ആലിപ്പഴങ്ങളാണ് വാനിലെ തൂവെള്ള മുത്തുപോലെ പൊഴിഞ്ഞത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? മഴ തിമിർത്ത് പെയ്തപ്പോൾ കുട്ടി എന്തെല്ലാമാണ് ചെയ്തത്? എന്തെല്ലാണ് ചെയ്തത്? കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവിക്കളിച്ച് രസിക്കുകയും കടലാസ് വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലിറക്കി കളിക്കുകയുമാണ് മഴ വന്നപ്പോൾ ആര്? കുട്ടി ചെയ്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? നോക്കിയേ. കുട്ടി പാടത്ത് കണ്ട കാഴ്ച എന്ത്? എന്താണ് കണ്ടേ? പാടത്ത് വെള്ളമൊക്കെ നിറഞ്ഞു പൊങ്ങി ഞാറുകൾ അതിൽ മുങ്ങി അല്ലേ? ആ കാഴ്ചയാണ് കണ്ടത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞിനെ കാണാഞ്ഞ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? അമ്മ ഉമ്മറത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അല്ലെ? കുഞ്ഞിനെ കാണാനിട്ട്. നെക്സ്റ്റ് 7 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നാൻ കാരണം എന്ത്? എന്താണ്? ദേഹം ആസകലം നനഞ്ഞ് രാത്രി ആയപ്പോഴാണ് വെള്ളത്തിലൊക്കെ കളിച്ച് വീട്ടിലെത്തുന്നത് അല്ലെ? അപ്പോഴേക്കും അമ്മ ഉമ്മറത്ത് തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നിയത്. ഇത്രയാണ് ആൻസേഴ്സ്. ആൻസേഴ്സ് മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഇന്ന് തരാം കേട്ടോ. ഇത്തിരി ദിവസം ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു മെല്ലെ കളിച്ചത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നിയോണ്ട്. ഇനി അതിന്റെ കുഴപ്പമില്ല അല്ലെ? അപ്പോ അതിലത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. എന്ത്? മൂന്നാമത്തത് ഓൾ ഓഫ് ലിസൺ. മൂന്നാമത്തെ ആക്ടിവിറ്റി, സമാനമായ അർത്ഥം വരുന്ന പദങ്ങൾക്ക് സമാനമായ അർത്ഥം വരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. എന്തൊക്കെയുള്ളത് സെൽന?
എന്തൊക്കെയുള്ള മഴയാണ് അല്ലേ? അപ്പൊ മഴക്ക് ഏതാണ് സമാനമായ അർത്ഥം? ഫസ്റ്റ് റോയിലുള്ളത് സെൽന എലിസബത്തെ ടെക്സ്റ്റ് ഉണ്ടല്ലോ മോക്ക്. എന്താണ് മഴക്ക്? ഏതൊക്കെയാണ്? മഴയ്ക്കോ? അടുത്ത കോളത്തിലുള്ളതാ? അതിൽ കണ്ടോ, അടുത്ത കോളത്തിൽ വാരിതം, മാരി, നീര്, വാനം. ഏതാണ് മഴ? മാരി. ആദ്യത്തെ ഏതാ? മാരി. അപ്പൊ മഴ എന്നതിന് സമാനമായ അർത്ഥം ഒന്നാമത്തത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മാരി. രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തെ റോയില് ഏതാ ജോയല്? വർഷം, ജലദം, മാനം, ജലം. ഏതാണ്? അതിലേതാണ് മഴയ്ക്ക് വരുന്ന അർത്ഥം വരുന്നത്? അറിയില്ല? വർഷം. ഫസ്റ്റ് വൺ വർഷം. നിങ്ങളുടെ കയ്യില് ടെക്സ്റ്റ് ഇല്ലാത്തവര് PDF നോക്കണേ, എന്നാലേ ഇത് മിസ് എന്താണ് പറയുന്നു മനസ്സിലാവൂ. ഓ പറഞ്ഞോ. ഇത് ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചിട്ട് പിന്നെ നോട്ടിലേക്ക് എഴുതിയാ പോരെ? എഴുതിയാ മതി. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് മാച്ച് ചെയ്യുക. മഴ, മഴക്ക് ഏതാണ്? മാരി. അതിലേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ മാരിന്ന് വർഷം, അതിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? നോട്ടിലേക്ക് സമാനാർത്ഥങ്ങൾ പറഞ്ഞിട്ട് അവിടെ എഴുതുക. മഴ അല്ലെ, പര്യായ പദം എന്നില്ലേ നമ്മളെ, അതുപോലെ എഴുതുക. മഴ, മാരി, വർഷം. ഓക്കെ, നെക്സ്റ്റ് വൺ മേഘമാണ്. മേഘം എന്താണ്? മേഘത്തിന്റെ റിലു എന്താണ് മോളെ? പറഞ്ഞു. പിന്നെ നോക്കുമ്പോ വീഡിയോ ഓഫ് ആയി പോന്നേ. ഏത് നോക്കുമ്പോ? PDF നോക്കുമ്പോ കുഴപ്പമില്ല, വീഡിയോ ഓഫ് ആയാലും സാറില്ല, ഞാൻ PDF നോക്ക്. അല്ലെങ്കിൽ ടെക്സ്റ്റ് നാളെ തന്നെ വാങ്ങ കേട്ടോ റിലു. ഇന്ന് തന്നെ വാങ്ങുന്ന ഇന്ന് തന്നെ വാങ്ങുക. നിങ്ങൾ കണ്ടില്ല ഗ്രൂപ്പില് വോയിസ് ഇതിട്ടത്, ടൈപ്പ് ചെയ്തിട്ടത്? കൊറേ പേര് വന്ന് വാങ്ങിയല്ലോ. നിങ്ങൾ ഗ്രൂപ്പ് നോക്കിയേ, അതിലുണ്ട്. യെസ്. അപ്പൊ ഇന്ന് തന്നെ പറ്റാവുന്നത്ര ആളുകളും അത് വന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നാൽ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എന്താണ് പറഞ്ഞു ആരാധ്യ? ടീച്ചർ, ഞാനും പുസ്തകം വാങ്ങിച്ചില്ല, എന്നാ നിങ്ങൾ PDF നോക്ക്. നിങ്ങൾ ആരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തവരെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നലെ തന്നെ മെസ്സേജ് ഇട്ടു മിസ്. അത് പറഞ്ഞോ ഷാൻ? എന്താണ് PDF വാട്സാപ്പിൽ നോക്കി കാണുന്നില്ല. ഇന്ന് PDF കുറച്ച് കഷ്ടമാണ്. കാരണം അത്രയും നമുക്ക് മൊബൈലില് ഓൾറെഡി മെസ്സേജ് വന്ന് കിടക്കുവാണ്. ഇന്ന് മറ്റേ നമ്മുടെ എലക്ഷന്റെ ഇപ്പൊ ആവില്ല മകളെ കേട്ടോ. നിങ്ങളൊരു കാര്യം ഇന്നിപ്പൊ പറയുന്ന ശ്രദ്ധിക്ക്. എനിക്ക് അടുത്ത ദിവസം എഴുതിയ കുട്ടികളോട് വാങ്ങിച്ച് എഴുതുക കേട്ടോ. വേഗം ടെക്സ്റ്റ് വാങ്ങുക കേട്ടോ ഷാനെ. നിങ്ങൾ പൈസ ഓൾറെഡി അടച്ചതല്ലേ, വന്ന് വാങ്ങിക്കൊള്ളുക വേഗം എല്ലാ മക്കളും. നെക്സ്റ്റ് മേഘം. മേഘം, വാരിതം, ജലദം. എഴുതിക്കോ. മേഘം വരക്കണേ, ബുക്കില്ലവര് വരക്ക്. മേഘം, വാരിതം, ജലദം. നെക്സ്റ്റ് വൺ ആകാശം. മൂന്നാമത്തത് ആകാശാണ്. വാനം, മറ്റേതില് മാനം, അടുത്തതില്. നെക്സ്റ്റ് വെള്ളം. വെള്ളത്തിന്റെ എന്താണ്? നീര്. അടുത്തത് ജലം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയാണ് അതിലുള്ളത്. ഇപ്പൊ ടെക്സ്റ്റ് ഉള്ള കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തോ മക്കളെ? അത് ജോയൽ, സെൽന. ഓക്കെ, നെക്സ്റ്റ് ആർക്ക്? അലൻ. കംപ്ലീറ്റ് ചെയ്തോ? യെസ്. എന്താ ടെക്സ്റ്റിൽ അവർക്ക് അത് വേഗം മനസ്സിലാവും. നവമിക്ക് ടെക്സ്റ്റ് ഉണ്ടല്ലോ മോളെ? ഓക്കെ, എഴുതിയോ? അപ്പോ മഴ, മാരി, വർഷം, മേഘം, വാരിതം, ജലദം, ആകാശം,
വാനം, മാനം, വെള്ളം, നീര്, ജലം. ഇത്രയാണ് വരിക കേട്ടോ. ജോമലും ജുവലും വാങ്ങിയോ മക്കളെ? ഇല്ല അല്ലേ? നോ. ഓക്കെ. ഇനി ഫോർത്ത് ആക്ടിവിറ്റിയെ, നാലാമത്തത്, താഴെ കൊടുത്ത പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അവയുടെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ കണ്ടെത്താം. മാരി എഴുതിക്കോ. എന്താ മാരിയുടെ അർത്ഥം? വ്യത്യസ്തങ്ങളായ അർത്ഥം. പറഞ്ഞു സെൽന. അൺമ്യൂട്ട് ചെയ്തോ സെൽന. സെൽന പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് നോക്കിയേ. ജൂലിയറ്റിന് പറയണോ? ജൂലിയറ്റ് പറഞ്ഞോ. ജൂലിയറ്റിന് എന്താ പറയാനുള്ളത്? ജൂലിയറ്റ് ഓക്കെ. എന്താ പറ്റാത്ത അൺമ്യൂട്ട് ചെയ്യാൻ? ഓക്കെ. ഏഞ്ചൽ റോസിന് പറയാനുണ്ടോ? പറഞ്ഞോ. നിതക്ക് പറയണ്ടോ? പറഞ്ഞോ. അതെ, ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തെ? മിസ്സേ, പറഞ്ഞോ. ഇടക്ക് വെച്ചിട്ടൊന്ന് കട്ടായൊക്കെ, ഒന്നും കേട്ടിട്ടില്ല. ഒന്നും കേൾക്കുന്നില്ലേ? അത് മോളുടെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കടാ. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ജോയലെ അൺമ്യൂട്ട് ചെയ്തോ. എന്താണ് പറയാനുള്ളത്? മഴ. മാരി, മഴ. പിന്നെയോ? ഓക്കെ. നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു വർക്ക് ചെയ്തേനെ. എല്ലാം മിസ് പറഞ്ഞു തന്നത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുന്നുള്ളൂ അല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. 3rd സ്റ്റാൻഡേർഡ്. ഇപ്പൊ 4th വരുമ്പോൾ നിങ്ങൾ എല്ലാം മറന്നു പോവാണോ ചെയ്യുന്നത്? അല്ല ടെക്സ്റ്റിന്റെ ഇല്ലാത്തതാണോ? നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പൊ ഇന്ന് താഴെ കൊടുത്ത പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അവയുടെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ കണ്ടെത്താം. അതിൽ 2 വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യസ്തമായ 2 അർത്ഥങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു വരണം കേട്ടോ. അടുത്ത ദിവസത്തേക്ക് ഒരു വർക്ക്. ഓക്കെ. ഒന്നും പറയാതെ ഇരുന്നാൽ ശരിയാവുമോ? ഇല്ല അല്ലേ? അപ്പൊ ഈ ഒരു 4ാമത്തെ 2 ചെറിയ കാര്യം സിമ്പിൾ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചു വരണം. ഓക്കെ. നെക്സ്റ്റ് 5ാമത്തത്. 5ാമത്തെ എന്താണ്? ശ്രേയ. ഓക്കെ. നെക്സ്റ്റ് 5ാമത്തെ എന്താണ്? എതിരായി വരുന്ന പദങ്ങൾ താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നും കണ്ടെത്താം. അല്ലെ? എതിരായി തന്ന വാക്യങ്ങൾ. അതും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? നമ്മൾ കുറേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. എന്ത്? പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട്. സുഗന്ധം എന്താണ് ഓപ്പോസിറ്റ് വേർഡ്? അടുത്ത ലൈനിൽ അതാ സുഗന്ധത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എന്താണ് ജുവലെ? മണം. സുഗന്ധം, മണം. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, ഓപ്പോസിറ്റ് വിപരീത ദുർഗന്ധം. ഓക്കെ, ദുർഗന്ധം. അപ്പൊ സുഗന്ധം അണ്ടർലൈൻ ചെയ്തോ. സുഗന്ധം അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, അതായത് എതിർലിംഗാണ്, വിപരീത പദമാണ് ദുർഗന്ധം. സുഗന്ധം, ദുർഗന്ധം. നെക്സ്റ്റ് അടുത്ത കണ്ടോ. എന്താണ്? ആറ്റിൽ മുങ്ങി കക്കവാരി, മഴ പെയ്തപ്പോൾ പുഴയിൽ വെള്ളം പൊങ്ങി. എന്താണ് അതിൽ വരുന്നത്? മുങ്ങി. അടുത്തെന്താ ഓപ്പോസിറ്റ് വേർഡ്? പൊങ്ങി. മുങ്ങി, പൊങ്ങി. മുങ്ങി, പൊങ്ങി. അപ്പൊ അണ്ടർലൈൻ ചെയ്തോ. മുങ്ങി എന്നുള്ള വേർഡ്സിനും പൊങ്ങി എന്നുള്ളതിനും. അതാണ് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്. അപ്പൊ സുഗന്ധം, ദുർഗന്ധം, മുങ്ങുക, പൊങ്ങുക. നമ്മൾ കഴിഞ്ഞ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് ഇതൊക്കെ.
അപ്പൊ പകൽ വെളിച്ചം മങ്ങി, തെരുവ് വിളക്കുകൾ തെളിഞ്ഞു. അതിലേതാണ് മങ്ങുക? തെളിയുക, തെളിഞ്ഞു. മങ്ങി തെളിഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അല്ലേ? മങ്ങി തെളിഞ്ഞു. ഓക്കെ. മങ്ങുക പറഞ്ഞാൽ മങ്ങിപ്പോവുക അല്ലേ? തെളിയുകയോ? കാണുക വേഗം അല്ലേ? അതാണ് ഓപ്പോസിറ്റ് വേർഡ്. മനസ്സിലായോ? നെക്സ്റ്റ് 6th വൺ. രാവിലെ ഷെസിൻ കയറിയില്ലേ മോനെ? ഷെസിൻ രാവിലെ കയറിയില്ലല്ലോ. കേറിയോ? ഇല്ല. എന്താ മോനെ, എന്തുകൊണ്ടാ? ഇത് നെറ്റ് കിട്ടുന്നുണ്ടായില്ലേ? ഓ അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് എത്ര ഓപ്പോസിറ്റ് വേർഡ് പറഞ്ഞു? സുഗന്ധം, ദുർഗന്ധം, മുങ്ങുക, പൊങ്ങുക, വെളിച്ചം വെളിച്ചല്ല മങ്ങി, തെളിഞ്ഞു. 3 അല്ലേ? നെക്സ്റ്റ് 6 ആക്ടിവിറ്റീസ് എന്താണ്? താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നു കണ്ടെത്താം. അല്ലേ? എന്താണ്? മേഘവാളികൾ നിറഞ്ഞു. എന്താണ് കവിതയിൽ ആ വരികള്? മേഘപാളികൾ നിറഞ്ഞു, വാരിത പാളികൾ തിങ്ങിയെങ്ങും എന്നാണ് ആ വരി അല്ലെ? വാരിത പാളികൾ തിങ്ങിയെങ്ങും എന്നാണ് അവിടെ എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? മേഘപാളികൾ. അതാണ് വാരിതം, മേഘം. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? അതിന് നേരെ നിങ്ങൾ എഴുതണം എന്ത്? കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതണം. വാരിത പാളികൾ തിങ്ങിയെങ്ങും. വാരിത പാളികൾ ഇന്ന് എഴുതുമ്പോ അത്രേ കാണു കേട്ടോ മക്കളെ. വാരിത പാളികൾ ഇതിൽ വരക്കാനല്ല കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിലുള്ള ബുക്കിൽ എഴുതാനാണ്. വാരിത പാളികൾ അതിന് നേരെ ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. തിങ്ങി എങ്ങും. ഇവിടെ സ്ഥലമില്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. വാരിത പാളികൾ തിങ്ങിയെങ്ങും. നല്ല വൃത്തിയായിരിക്കും കേട്ടോ. വാരിത പാളികൾ ഇതത്ര കുറച്ചുകൂടി നീട്ടി വരക്കണേ. വാരിത പാളികൾ തിങ്ങിയെങ്ങും. ഇതാണ് എന്ത്? മേഘപാളികൾ നിറഞ്ഞു എന്നതിന് നേരെ എഴുതേണ്ടത്. നെക്സ്റ്റ്, ശക്തമായ മഴ പെയ്തു. എന്താണ് വരികൾ വരുക? ഏതാ വരുക? അറിയോ ആർക്കെങ്കിലും? ശക്തമായ മഴ പെയ്തു എന്നുള്ളതിന് ഏതാ വരുക? ചിന്നിച്ചിതറിയ നീർമണങ്ങൾ. ചിന്നിച്ചിതറിയ നീർമണങ്ങൾ. ചിന്നിച്ചിതറിയന തുള്ളിക്കൊരുകൂടമല്ലേ? തുള്ളിക്കൊരുകൂടം പെയ്തുമാരി തുളുമ്പിയ നീർമുത്തുകൾ അല്ലേ? ശക്തമായ മഴ പെയ്തു, വെള്ളിടി വാനിൽ തെളിഞ്ഞു. അത് അപ്പൊ തുള്ളിക്കൊരുകൂടം പെയ്തുമാരി അല്ലെ? ഒരുപാട് പെയ്തില്ലേ? പിന്നെ അതിനെക്കാണി വേണ്ടുന്ന ഏതാണെന്നറിയോ? ശക്തമായ മഴ പെയ്തു എന്നുള്ളത് പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി എഴുതിക്കോ. ശക്തമായ മഴ പെയ്തു എന്നുള്ളത് അല്ലെ? ചിന്നിച്ചിതറിയ നീർമിണികൾ മണ്ണിന്റെ ഗന്ധം. അത് ചെറുങ്ങനല്ലേ പെയ്തുള്ളൂ മക്കളെ. അപ്പൊ ഇത് എഴുതാം നമുക്ക്. എന്ത്? പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങി. ശക്തമായ മഴ പെയ്യുമ്പോഴാണ് പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങാറല്ലേ?
പാടത്തു വെള്ളം നിറഞ്ഞു. ഇത്തൂന്ന് എഴുതുമ്പോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതന്നെ ഇത്തരാട്ടോ മിസ്. പാടത്തു. പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി. ശക്തമായ മഴ പെയ്തു എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? മൂന്നാമത്തത് കുട ചൂടി രസിച്ചു അല്ലെ? ചേമ്പിലെ തണ്ടൊന്നൊടിച്ചു ഉണ്ടല്ലോ വലിയ വരി. കുട ചൂടി രസിച്ചു. കുടയൊന്ന് ചൂടി ഞാൻ ഉള്ളിലോർത്തു അല്ലെ? കുടയൊന്ന് ചൂടി ഞാൻ ഉള്ളിലോർത്തു എന്ന് എഴുതിക്കോ. കുടയൊന്ന് കുടയൊന്നു ചൂടി ഞാൻ ഉള്ളിലോർത്തു. സോറി, കളയട്ടത്. ആരാ അവിടെ വരച്ചത് ഇപ്പോ? ഇത് എഴുതി വെക്കണേ മക്കളെ, ടെക്സ്റ്റ് ഇല്ലാത്തവരും. പിന്നീട് ടെക്സ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് അതിന് നേരെ എഴുതി വെക്കേണ്ടതാണ്. ഞാൻ ഉള്ളിലോർത്തു. ലോർ ഇത്തവിടെ എഴുതുന്നുണ്ടേ മിസ് താഴെ. ഓർത്തു, അതാണ് അതിന് വരുന്ന ലൈൻസ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തത്. നെക്സ്റ്റ് നാലാമത്തത് അമ്മ ഉമ്മറത്ത് നോക്കി നിന്നു. ഏതാണ് ആ വരി? അമ്മയോ കണ്ണയച്ചുമ്മറത്തും. മേലെ എഴുതുന്നുണ്ടേ ഇവിടെ. ഫോർത്ത് വേണ്ടാന്നതേ. ഓക്കെ, ലാസ്റ്റ് വണ്ണാന്നേ മിസ് മുകളിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിന്റെയും നമ്പർ ഇട്ട് വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ മേഘപാളികൾ നിറഞ്ഞു എന്നുള്ളതിന് വാരിത വാളികൾ തിങ്ങിയെങ്ങും. നെക്സ്റ്റ് ശക്തമായ മഴ പെയ്തു. എന്താണ്? പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി. തേർഡ് വൺ കുട ചൂടി രസിച്ചു. കുടയൊന്നു ചൂടി ഞാൻ ഉള്ളിലോർത്തു. ഫോർത്ത് വൺ അമ്മ ഉമ്മറത്ത് നോക്കി നിന്നു. അമ്മയോ കണ്ണയച്ചുമ്മറത്തും. ഓക്കെ, 4 എണ്ണാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? യെസ്.
ഓക്കെ. നെക്സ്റ്റ് 7th അല്ലെ, 7ാമത്തെ എന്താണ് ആക്ടിവിറ്റി? ചേരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് ചേർത്ത് എഴുതാം. എന്താണ്? മഴ. നോക്കിയേ, അതിൽ ചേർത്ത് വരച്ചേ. ചേർത്ത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരച്ചാൽ മതി. മഴ എന്താ ചെയ്തേ? പെയ്തു. ഇടി മുഴങ്ങി. മാനം ഇരുണ്ടു. വെള്ളം പൊങ്ങി. ക്ലിയർ ആയോ? ചേർത്ത് എഴുതിയോ? എന്താണ് ഏഞ്ചല്? എനിക്ക് 2 കൂടി എഴുതാനുണ്ടായിരുന്നു. എഴുതാനുണ്ടോ? അത് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോഴത്തെ ഏതാണ്? 7ാമത്തത് മഴ. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഏഞ്ചല് കംപ്ലീറ്റ് ആയില്ലല്ലോ കേട്ടോ. ഇതാ. ഓക്കെ. അപ്പൊ 7ാമത്തെ ആക്ടിവിറ്റീസിൽ ചേരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് ചേർത്ത് എഴുതാന്നുള്ളത് മഴ പെയ്തു, ഇടി മുഴങ്ങി, മാനം ഇരുണ്ടു, വെള്ളം പൊങ്ങി. ഓക്കെ. അലൻ കംപ്ലീറ്റ് ആയോ? അത് 7ാമത്തത് വരച്ചോ? യെസ്. ഓക്കെ. എല്ലാ മക്കളും നവമി വരച്ചു. സെൽന. ഓക്കെ. ജോയൽ. എറിക്ക, ആന്റണിയോ, ഷിനോജ് വാങ്ങിയ പുസ്തകം? ഇല്ലല്ലോ. ഇല്ല അല്ലേ മോനെ? ഓക്കെ, വാങ്ങണേ വേഗം. ഓക്കെ. ആരാധ്യ തൽക്കാലം ഇപ്പൊ എഴുതിയെടുത്തോട്ടോ. പിന്നീട് നിങ്ങൾ അത് ടെക്സ്റ്റ് കിട്ടുമ്പോ ഓക്കെ ആക്കുക. ശരിയായിട്ട് വരച്ചു നോക്കുക. ഷഹുമ, ആവണി, മഹേഷ്, ഷാൻ എല്ലാരും എഴുതിയെടുക്ക. ഷെസിൻ, സിദ്ധാർത്ഥ്, ടോഷിൻ ടൈറ്റസ്, റിലു ആബിദ്, സാമുവൽ ഷോൺ, ജിമ്മി. ഓക്കെ. അപ്പോ 7ാമത്തെ ആക്ടിവിറ്റീസ് ആണ് മിസ് ഇപ്പൊ പറഞ്ഞത്. കഴിഞ്ഞോ മോളെ? ആൻഡ്രോസ്? ആൻഡ്രോസ് പ്രിൻസ്. യെസ്, കഴിഞ്ഞു അല്ലേ? ജൂലിയറ്റ് കഴിഞ്ഞില്ലേ? ജൊഹാന ഗ്രേസ്? ഓക്കെ. അപ്പൊ 7 ആയി അല്ലേ? ഇനി 8. വരികൾ പൂർത്തിയാക്കാം. മഴ മഴ പെരുമഴ, മഴ മഴ പെരുമഴ പെയ്യുന്നു. പിന്നെയോ നിങ്ങൾ പൂർത്തിയാക്കണേ വരികള്. രാവും പകലും പെയ്യുന്നു. മഴേനെ പറ്റി ഒരു വരി ഉണ്ടാക്കിക്കോ. മഴ 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 പെയ്യുന്നു, ചറപറ ചറപറ പെയ്യുന്നു. അങ്ങനെയല്ലേ ഇടുക കേട്ടോ. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി വരാൻ പറ്റുമോ നോക്കണേ, അല്ലെങ്കിൽ മിസ് അത് കംപ്ലീറ്റ് ആക്കി തരാം കേട്ടോ. നെക്സ്റ്റ് 9ാമത്തത് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാം. മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു ഖണ്ഡികയിൽ എഴുതുക. അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയിൽ ഉണ്ടെങ്കിലേ മഴയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു ഖണ്ഡികയിൽ കുറയാതെ, അതായത് ഒരു പാരഗ്രാഫ് എഴുതുക. ടോഷിൻ എന്താ ടോഷിൻ ചെരിഞ്ഞിരിക്കുന്നത്? ടോഷിൻ നേരെ ഇരുന്നേ. ഓക്കെ. മഴയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ അതൊന്ന് എഴുതിയിട്ട് വരുവോ? വരണേ. മിസ് പറഞ്ഞ 2 കാര്യങ്ങൾ മാരി എന്നുള്ളതിന്റെ മാത്രം എന്നുള്ളതിന് വ്യത്യസ്തങ്ങളായ 2 അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിട്ട് വരണം. ഓക്കെ. നെക്സ്റ്റ് ആരാ ഇപ്പൊ കൈവന്നിച്ചേ? സെൽന. 1 മിനിറ്റേ ഉള്ളൂ മോളെ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. പറഞ്ഞോ സെൽന. പറഞ്ഞില്ലേ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനില്ലേ? അത് ടെസ്റ്റിൽ ആ ചെറിയൊരു ലൈൻ വിട്ടു തന്നില്ലേ? ടെസ്റ്റിനകത്ത് എഴുതണം അതോ നോട്ട്ബുക്കിനകത്ത്?